ഫങ്ഷണൽ അനാലിസിസിൻ്റെ അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് വീണ്ടും ഒരു എക്സാമ്പിളും കൂടി കോമ്പാക്റ്റ് ഓപ്പറേറ്ററിനെ നമ്മൾ കാണുകയാണ്. അതിനുശേഷം കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ ചില പ്രോപ്പർട്ടീസാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ our third example for compact operator, I am taking k from C01 cross 01, means k is a continuous function on the unit square 01 cross 01, and using this k we are defining an operator script k from C01 to C01 as kx is equal to integral 0 to 1 capital K of t tau product with x of tau d tau. So this is actually script k acting on x. So this is a function on C01, so that it the elements of C01 are functions on closed interval 01. So kx of t is defined as integral 0 to 1 capital K of t tau x of tau d tau. So what we have defined is script k x acting on the point t element of closed interval 01. We have already proved that this script k is a bounded linear operator in the previous section of chapter 4. I am taking M as set of all x of t in C01 where norm of x, supremum norm of x is less than or equal to r. In particular നമുക്ക് വേണമെങ്കിൽ ഈ rൻ്റെ വാല്യൂ 1 എന്ന് എടുക്കാം. In general I am taking r. So actually we are taking a unit ball, not unit ball, a closed ball in C01. ഇത് ക്ലോസ്ഡ് ബോൾ ആവണമെന്ന് നിർബന്ധമില്ല, ഓപ്പൺ ബോളും ആവാം. ഇത് C01ലുള്ള ഒരു ബോളാണ്. ഇനി ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ ബോൾ റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു വൈ നമ്മൾ സ്ക്രിപ്റ്റ് ഈ ബോളല്ല എം അല്ല, എമ്മിൻ്റെ ഇമേജ്, ദിസ് ബോൾ ഹാസ് എൻ ഇമേജ് വിച്ച് ഇസ് റിലേറ്റീവ്ലി കോമ്പാക്റ്റ്, ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് വി നോ ദാറ്റ് എൻ ഓപ്പറേറ്റർ എ ഈസ് കോമ്പാക്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇമേജ് ഓഫ് ദ യൂണിറ്റ് ബോൾ ഓർ ഇമേജ് ഓഫ് എനി ബോൾ ഈസ് റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ഇൻ ദ ഇമേജ് സ്പേസ്. ഇവിടെ ഇമേജ് സ്പേസും C01 തന്നെയാണ്. സോ ഞാനിവിടെ എം എടുത്തു, അതിൻ്റെ ഇമേജ് സ്പേസ് കെ ഓഫ് എം, അവിടെയുള്ള ഒരു വൈ ഞാൻ എടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ടു ദാറ്റ് വൈ ഐ ഹാവ് എൻ എക്സ് ഇൻ എം സച്ച് ദാറ്റ് വൈ ഈസ് ഈക്വൽ ടു കെ ഓഫ് എക്സ് ആൻഡ് നോം ഓഫ് വൈ, അതായത് നോം ഓഫ് കെ എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം കെ ഇൻറ്റു നോം എക്സ് ആയിരിക്കും. ഇത് നമുക്ക് കിട്ടുന്നത് കെ ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ് എന്ന് നമുക്കറിയുന്നത് കൊണ്ടാണ്. ആൻഡ് ഇഫ് ഹിയർ ദിസ് എക്സ് ഈസ് ഇൻ എം, എമ്മിലുള്ള എല്ലാ എക്സുകൾക്കും നമുക്കറിയാം നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോം ഓഫ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം കെ ഇൻറ്റു ആർ എന്ന് പറയാം. അതായത് നോം ഓഫ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് പറയാം കെ ഓഫ് എം യൂണിഫോംലി ബൗണ്ടഡ് ആണ്. ഇനി എനിക്ക് ഈ കെ ഓഫ് എം റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് കെ ഓഫ് എം ഇ ക്യു കണ്ടിന്യൂസ് ആണ് എന്നും കൂടി പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഞാൻ പ്രൂവ് ചെയ്യുന്നത് കെ ഓഫ് എം ഇ ക്യു കണ്ടിന്യൂസ് ആണെന്നാണ്. അതിന് ഒരു എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 എടുക്കണു. ആർബിട്രറി ആയിട്ടാണ് നമ്മൾ ഈ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 എടുക്കുന്നത്. സോ ദിസ് ഇസ് ആർബിട്രറി. ഇനി കെ എന്ന് പറയുന്നത് 01 ക്രോസ് 01ലുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. എനി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ കോമ്പാക്ട് സെറ്റ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് നമുക്കറിയാം. സോ ദിസ് കെ ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ്. സോ ദാറ്റ് യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ പ്രകാരം ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് വെനെവർ നോം ഓഫ് T1 മൈനസ് T2 ഇസ് ലെസ് ദാൻ ഡെൽറ്റ, and for any tau element of closed interval 01 we have absolute value of k T1 tau minus k T2 tau less than epsilon by r.
ദിസ് ഇസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. അതിലും ഈ ഒരു ഡിഫറൻസ് എപ്സിലൺ ബൈ ആറിനേക്കാൾ ചെറുതാകുന്ന പോലെ നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും, സാറ്റിസ്ഫൈങ് ദിസ് പ്രോപ്പർട്ടി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ടിയിരുന്നത് T1 ടോയും T2 ടോ ഓർ T1 ടോ 1ഉം T2 ടോ 2ഉം തമ്മിലുള്ള ഡിഫറൻസാണ് നമുക്ക് ഒരു പർട്ടിക്കുലർ ചെറിയൊരു നമ്പറിനേക്കാളും ചെറുതാക്കി കിട്ടേണ്ടിയിരുന്നത്. ഇവിടെ നമ്മൾ ടോ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. രണ്ട് സ്ഥലത്തും ഞാൻ ഒരേ ടോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ T1 മൈനസ് T2ൻ്റെ ഡിഫറൻസ് മാത്രമേ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ ഇങ്ങനെയാക്കി എഴുതിയിരിക്കുന്നത്. സോ നമുക്കിപ്പോൾ whenever absolute value of T1 minus T2 less than delta and for any T element of closed interval 0, 1, we have this inequality. So that absolute value of y of T1 minus y of T2, ഇത് ശരിക്കും പറഞ്ഞാൽ this will be absolute value of integral 0 to 1 KT1 ടോ മൈനസ് KT2 ടോ ഇൻറ്റു എക്സ് ഓഫ് ടോ ഡി ടോ ആണ് വരേണ്ടിയിരുന്നത്. പക്ഷെ നമുക്കറിയാം മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് മോഡുലസ് എന്നറിയാം. സോ ദാറ്റ് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 absolute value of KT1 ടോ മൈനസ് KT2 ടോ പ്രൊഡക്റ്റ് വിത്ത് absolute value of എക്സ് ഓഫ് ടോ ഡി ടോ. ഇതിൽ ഈ T1 T2 തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ നമുക്ക് ഈ ഭാഗം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് KT1 ടോ മൈനസ് KT2 ടോ എന്ന് പറയുന്നത് എപ്സിലൺ ബൈ ആറിനേക്കാൾ ചെറുതാണ്. എക്സ് എടുത്തിരിക്കുന്നത് ഈ എമ്മിൽ നിന്നായതുകൊണ്ട് ഈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഓഫ് ടോ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഓഫ് ടോ വെർ ടോ വാരീസ് ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 എന്ന് പറയാം. അതായത് നോം എക്സിനേക്കാൾ ചെറുതാണെന്ന് പറയാം. എമ്മിലുള്ള എക്സുകളെ സംബന്ധിച്ചിടത്തോളം നോം എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആറാണ്. സോ ദാറ്റ് ഇത് മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എപ്സിലൺ ബൈ ആർ പ്രൊഡക്റ്റ് വിത്ത് ആർ ഡി ടു. ഇൻ്റഗ്രേഷൻ 0 to 1 ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 തന്നെയാണ്. സോ ദാറ്റ് ദിസ് ഇസ് നത്തിങ് ബട്ട് എപ്സിലൺ. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇതാണ്. യു ടേക്ക് എനി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0. Corresponding to that, you will get a delta greater than 0 such that whenever absolute value of T1 minus T2 is less than delta, absolute value of YT1 minus YT2 is less than epsilon. ഇവിടെ yക്ക് യാതൊരു റോളും ഇല്ല. എപ്സിലൺ ഈ ഡെൽറ്റ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എപ്സിലൺ. y ആരാണ് എന്നുള്ളത് ഇവിടെ ഒരു വിഷയമാവുന്നില്ല. സോ ദാറ്റ് നമുക്ക് പറയാം സ്ക്രിപ്റ്റ് K ഓഫ് എം എന്ന് പറയുന്നത് EQ കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ സ്ക്രിപ്റ്റ് K ഓഫ് എം യൂണിഫോംലി ബൗണ്ടഡും ആണ്, EQ കണ്ടിന്യൂസ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് ആർസലാസ് തിയറം പ്രകാരം സ്ക്രിപ്റ്റ് K ഓഫ് എം എന്ന് പറയുന്നത് റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ഇൻ C01 എന്ന് പറയാം. ഇത് റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആണെങ്കിൽ സ്ക്രിപ്റ്റ് K ഫ്രം C01 ടു C01 എന്ന് പറയുന്നത് ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണ്. സോ ദിസ് ഇസ് അനദർ എക്സാമ്പിൾ ഫോർ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ. ഇവിടെ നമുക്ക് നോട്ട് ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ K ഓഫ് T ടോ എന്ന് പറയുന്നത് ഈ എക്സാമ്പിളിൽ ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്നാണ്. ഇതിനെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് എടുക്കുന്നതിന് പകരം ഒരു പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ വിത്ത് എ ഫ്യൂ ഡിസ്കണ്ടിന്യൂറ്റി കർവ്സ്, ഇവിടെ 2 വേരിയബിൾസിൻ്റെ ഫംഗ്ഷനാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു പോയിൻറ്റിലാണ് ഡിസ്കണ്ടിന്യൂറ്റി എന്നല്ല, ഒരു പോയിൻറ്റിലാവണം എന്നില്ല ഡിസ്കണ്ടിന്യൂറ്റി. ഇതിൻ്റെ ഗ്രാഫ് ചിന്തിക്കാം. KT ടോ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് എന്ന് പറയുമ്പോൾ 3 ഡയമെൻഷണൽ ഗ്രാഫാണ് ഉണ്ടാവുക. ഈ 3 ഡയമെൻഷണൽ ഗ്രാഫിൽ നമുക്ക് പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് മേ ബി എലോങ് എ കർവ്. സോ വിത്ത് ഫ്യൂ ഡിസ്കണ്ടിന്യൂറ്റി കർവ്സ് ടോ ഈസ് ഈക്വൽ ടു 5K ഓഫ് T. ഈ Kക്ക് ഫൈനൈറ്റ്ലി മെനി വാല്യൂസേ ഉള്ളൂ. അതായത് ഫൈനൈറ്റ്ലി മെനി കർവുകളിൽ ഈ K ഓഫ് T ടോയ്ക്ക് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നുണ്ട് എങ്കിലും ബാക്കിയുള്ളിടത്ത് K ഓഫ് T ടോ കണ്ടിന്യൂസ് ആണ് എങ്കിൽ വി വിൽ ഗെറ്റ് ദ സെയിം റിസൾട്ട്. നമ്മൾ പ്രൂവ് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം. K കണ്ടിന്യൂസ് ആവണം എന്ന് നിർബന്ധമില്ല. ഇറ്റ് മേ ബി പീസ് വൈസ് കണ്ടിന്യൂസ് വിത്ത് എ ഫ്യൂ ഡിസ്കണ്ടിന്യൂറ്റി കർവ്സ് ടോ ഈക്വൽ ടു 5K ഓഫ് T where K varies from 1 to etc. n. Then also we will get the same result. അടുത്തതൊരു ഡെഫിനിഷനാണ്.
എപ്സിലൺ നെറ്റ് എന്താണ് എന്നാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. വാട്ട് ഇസ് മെൻ ബൈ എപ്സിലൺ നെറ്റ്? സപ്പോസ് എക്സ് ഈസ് എ മെട്രിക് സ്പേസ്. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം നോൺ ലീനിയർ സ്പേസിലെ കാര്യങ്ങളാണ്. എവറി നോൺ ലീനിയർ സ്പേസ് ഈസ് എ മെട്രിക് സ്പേസ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഡെഫിനിഷൻ പറയുന്നത് മെട്രിക് സ്പേസിലാണെങ്കിലും നോൺ ലീനിയർ സ്പേസിനും ഇത് ബാധകമാണ്. ഈ പറയുന്നതെല്ലാം നമുക്ക് നോൺ ലീനിയർ സ്പേസിലും ഉള്ള ആൾക്കാരാണ്. So let X be a metric space and A is a subset of X. A set script A in X is called an epsilon net of A if and only if for all X element of A there is a Y in script A such that the distance from X to Y is less than epsilon. ഇവിടെ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോക്കാം. സപ്പോസ് നമുക്കൊരു മെട്രിക് സ്പേസ് എക്സ് ഉണ്ട്. ആ എക്സിലുള്ള ഒരു സെറ്റാണ് എ എന്ന് വിചാരിക്കുക. ദിസ് ഇസ് ക്യാപിറ്റൽ എ. ഈ ക്യാപിറ്റൽ എയെ ഞാൻ എപ്സിലൺ ഡിസ്റ്റൻസ്, എപ്സിലൺ റേഡിയസ് വരുന്ന ഓപ്പൺ ബോൾസ് കൊണ്ട് കവർ ചെയ്യാൻ നോക്കുകയാണെന്ന് കരുതുക. സോ സപ്പോസ് ഐ എം കവറിങ് ഹിയർ. കുറച്ച് ഓവർലാപ്പ് ചെയ്യുന്ന പോലെയാണ് ഞാനിത് വരയ്ക്കുന്നത്. എയെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെയുള്ള ബോൾസ് വെച്ച് കവർ ചെയ്യാണ്. ഇങ്ങനെ മുഴുവനായിട്ട് ഞാൻ എയെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ ബോളിൽ നിന്ന് ഞാൻ ഓരോ ആൾക്കാരെ എടുത്തു എന്ന് വിചാരിക്കാം. ചിലപ്പോൾ ഇത്രയും ബോൾ ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. എനിവേ ഞാൻ ഇത്രയും വരച്ചു, എണ്ണം കൂടിയതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഓരോ ബോളിൻ്റെയും സെൻറ്റേഴ്സ് മാത്രം ഞാൻ എടുക്കുകയാണ്. അപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഇവിടെ ഒരു 20 ബോളാണ് വരച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ 20 ബോളുകളുടെയും സെൻറ്റർ സേ X1, X2 എക്സെട്ര X20 ഞാൻ എടുത്തു എന്ന് വിചാരിക്കാം. ഇതിനെ ഞാൻ സ്ക്രിപ്റ്റ് എ എന്ന് വിളിക്കണം. ഓക്കെ, നൗ യു ടേക്ക് എനി എലമെൻറ്റ് എക്സ്. ഈ എയിലുള്ള വേറെ ഏതെങ്കിലും ഒരു എലമെൻറ്റ് എക്സ് ഞാൻ ചൂസ് ചെയ്യാണ്. സപ്പോസ് ഐ ഹാവ് എൻ എക്സ് ഹിയർ. ആ എക്സ് എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും ഒരു ബോളിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ബോളിൻ്റെ സെൻറ്ററും ഈ ഞാൻ എടുത്തിരിക്കുന്ന എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലൺ ആയിരിക്കും. ഇങ്ങനെ ഏത് പോയിൻ്റ് ഇപ്പം നമ്മൾ ഈ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അത് ഏതെങ്കിലും ഒരു ബോളിലായിരിക്കും. ആ ബോളിൻ്റെ സെൻറ്ററും നമ്മളെടുത്ത എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലൺ ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് പറയാൻ പറ്റും ഈ സ്ക്രിപ്റ്റ് എ, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ സ്ക്രിപ്റ്റ് എ എന്ന് പറയുന്ന സെറ്റ് ആദ്യം എടുത്ത ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഒരു എപ്സിലൺ നെറ്റാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദിസ് ഇസ് മെൻ ബൈ എപ്സിലൺ നെറ്റ്. ഇങ്ങനെ എപ്സിലണിൻ്റെ വാല്യൂ നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും. നൗ we can say that script A subset of X is an epsilon net of capital A if and only if A is contained in union of all open balls of radius epsilon whose center is at X where X varies over script A. Okay, so B epsilon of X എന്ന് എഴുതിയിരിക്കുന്നത് ഓപ്പൺ ബോൾ ഇൻ എക്സ് വിത്ത് സെൻറ്റർ എക്സ് ആൻഡ് റേഡിയസ് എപ്സിലൺ. ഇതാണ് എപ്സിലൺ നെറ്റ്. അടുത്ത ഒരു റിസൾട്ട് നോക്കാം. ഒരു ലെമ്മയാണ്. എം എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ എക്സിൽ നിന്ന് എടുത്തു. എം ഈസ് റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫോർ എവറി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ ഫൈനൈറ്റ് എപ്സിലൺ നെറ്റ് ഇൻ എം. എം റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് എപ്സിലൺ എടുത്തു കഴിഞ്ഞാലും എപ്സിലൺ റേഡിയസ് വരുന്ന ഫൈനൈറ്റ്ലി മെനി ഓപ്പൺ ബോൾസ് കൊണ്ട് നമുക്ക് ഈ എമ്മിനെ കവർ ചെയ്യാൻ പറ്റണം. ഇതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത്. സോ ആദ്യം ഞാൻ അസ്യൂം ചെയ്യാണ് ഫോർ എവരി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ ഫൈനൈറ്റ് എപ്സിലൺ നെറ്റ് ഇൻ എം എന്ന് ഞാൻ അസ്യൂം ചെയ്തു.
ദെൻ ഓരോ കെയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഇവിടെ നമ്മൾ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുക്കുന്നുണ്ടല്ലോ. ഏത് എപ്സിലൺ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫൈനൈറ്റ് എപ്സിലൺ നെറ്റ് ഉണ്ടെന്നാണ് നമ്മുടെ അസംഷൻ. എപ്സിലണിന് ഞാൻ വാല്യൂസ് മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കാൻ പോവാണ്. എപ്സിലൺ 1 ലെസ് ദാൻ 1/2 ആവുന്ന പോലെയാണ് ഞാൻ ചൂസ് ചെയ്യുക. അതുപോലെ എപ്സിലൺ 2 ലെസ് ദാൻ 1/4 ആവുന്ന പോലെ, എപ്സിലൺ 3 ലെസ് ദാൻ 1/6 ആവുന്ന പോലെ, ഇങ്ങനെയാണ് ഞാൻ ഈ എപ്സിലണിന് വാല്യൂസ് കൊടുക്കാൻ പോകുന്നത്. സോ ഇൻ ജനറൽ ഐ എം ടേക്കിംഗ് എപ്സിലൺ ആസ് എപ്സിലൺ കെ ലെസ് ദാൻ 1/2k. ഇങ്ങനെയാണ് ഞാൻ എപ്സിലൺ കെ ചൂസ് ചെയ്യുന്നത്. ഏത് എപ്സിലൺ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് ഫൈനൈറ്റ് എപ്സിലൺ നെറ്റ് ഉണ്ട് നമുക്ക്. സോ ഈ ഓരോ എപ്സിലൺ കെയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് എമ്മിന് ഫൈനൈറ്റ് എപ്സിലൺ നെറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ എപ്സിലൺ എം ഹാസ് ഫൈനൈറ്റ് എപ്സിലൺ കെ നെറ്റ് ഫോർ എവറി കെ എലമെൻറ്റ് ഓഫ് എൻ. ആദ്യം ഞാൻ എമ്മിൻ്റെ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എം റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആണെന്നാണ്. എം റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആവണമെങ്കിൽ എമ്മിലുള്ള ഏത് സീക്വൻസ് എടുത്താലും ദാറ്റ് അഡ്മിറ്റ്സ് എ കോഷി സീക്വൻസ് എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഐ എം ടേക്കിംഗ് എൻ ആർബിട്രറി സീക്വൻസ് xn ഫ്രം എം. ഓക്കെ, ഈ സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നത് എമ്മിൻ്റെ എപ്സിലൺ 1 നെറ്റ് ഞാൻ എടുക്കണു. എപ്സിലൺ 1 റേഡിയസ്, എപ്സിലൺ 1 ചൂസ് ചെയ്തിരിക്കുന്നത് 1/2 ചെറുതായിട്ടാണ്. അപ്പോൾ ഈ എപ്സിലൺ 1 റേഡിയസ് വരുന്ന ഓപ്പൺ ബോൾസ് വെച്ച് നമുക്ക് എമ്മിനെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മുടെ അസംഷൻ അങ്ങനെയാണ്, സ്ക്രിപ്റ്റ് എം ഹാസ് ഫൈനൈറ്റ് എപ്സിലൺ 1 നെറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഇതാണ് നമ്മുടെ സീക്വൻസ്, ഇതാണ് എ എന്ന് വിചാരിക്കുക. ഈ എയിൽ എൻ്റെ സീക്വൻസ് ഇങ്ങനെ ഞാൻ ഡോട്ട്സ് ആയിട്ട് ഇട്ടിരിക്കണതെല്ലാം ഈ സീക്വൻസ് ആണെന്ന് കരുതുക. സീക്വൻസിലെ എലമെൻറ്റ്സ് ആണ്. ഇൻഫിനിറ്റ്ലി മെനി ആൾക്കാരുണ്ട് നമ്മുടെ കയ്യിൽ. ദെൻ ഫൈനൈറ്റ്ലി മെനി എപ്സിലൺ 1 ബോൾസ് കൊണ്ട് നമുക്ക് എമ്മിനെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ സപ്പോസ് ഒരു 4 ബോൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു 5 ബോൾ കൊണ്ട് വരച്ചിട്ട് നോക്കാം നമുക്ക്. ഓക്കെ, ഒരു 6 ബോൾ കൊണ്ട് എനിക്ക് ഈ എമ്മിനെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കാം. ഈ 6 ബോളിലും സീക്വൻസ് എക്സനിലെ ഫൈനൈറ്റ്ലി മെനി ആൾക്കാരേ ഉള്ളൂ എങ്കിൽ സീക്വൻസിനെ മുഴുവനായിട്ട് ഈ 6 ബോൾ കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. സീക്വൻസിന് ഇൻഫിനിറ്റ്ലി മെനി ആൾക്കാരുണ്ട്. x1 x2 എക്സെട്ര ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോവുകയാണ്. സോ ഇതിൽ ഒരു ബോളിലെങ്കിലും നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഓഫ് ദ സീക്വൻസ് ഉണ്ടായിരിക്കും. ഓർ ഈ സീക്വൻസിൻ്റെ ഒരു ഇൻഫിനിറ്റ് സബ് സീക്വൻസ് ഇതിൽ ഏതെങ്കിലും ഒരു ബോളിലെങ്കിലും നമുക്കുണ്ടായിരിക്കും എന്ന് പറയാം. സോ കൺസിഡർ എപ്സിലൺ 1 നെറ്റ് ഓഫ് എം. ഇറ്റ് ഡിവൈഡ്സ് ദ സീക്വൻസ് xn between finite number of balls around the net points. So there is at least one ball which contains an infinite subsequence from the original sequence. ആ സബ്സീക്വൻസിനെ സാധാരണ നമ്മൾ സബ്സീക്വൻസിനെ xn1 എന്നൊക്കെയാണ് എഴുതാറുള്ളത്. ഞാൻ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിനെ xn1 എന്ന് തന്നെ ഞാൻ വായിക്കണു. ഈ 1 ഞാൻ മുകളിലാണ് ഇട്ടിരിക്കണം. ഓക്കെ, ഈ xn1 എന്ന് പറയുന്നത് ഒരു സബ്സീക്വൻസ് ആണ്. ഈ സബ്സീക്വൻസ് മുഴുവനായിട്ടും ഒരു എപ്സിലൺ 1 ബോളിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഓക്കെ, ഇനി ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു സബ്സീക്വൻസിനെയാണ് ഇനി ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇനി എനിക്ക് സീക്വൻസ് xn ഇപ്പോൾ ആവശ്യമില്ല. അതിൻ്റെ ഈ ഒരു സബ്സീക്വൻസ് ആണ് ഞാനിനി കാണുന്നത്. നമുക്കറിയാം എമ്മിന് ഫൈനൈറ്റ് എപ്സിലൺ 2 നെറ്റ് ഉണ്ട്. കാരണം ഏത് എപ്സിലൺ എടുത്താലും എമ്മിന് ഫൈനൈറ്റ് എപ്സിലൺ നെറ്റ് ഉണ്ട്. സോ കൺസിഡർ ദ ഫൈനൈറ്റ് എപ്സിലൺ 2 നെറ്റ് ഓഫ് എം. അത് ഈ ഒരു സബ്സീക്വൻസിനെ xn1 എന്ന് പറയുന്ന സീക്വൻസിനെ ഫൈനൈറ്റ്ലി മെനി ബോൾസിലേക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കളയും. ഈ എപ്സിലൺ 2 റേഡിയസ് വരുന്ന ഇതിലേതെങ്കിലും ഒരു ബോളിലെങ്കിലും, ഇതൊരു ഇൻഫിനിറ്റ് സീക്വൻസ് ആണല്ലോ, ഇതിലെ ഇൻഫിനിറ്റ്ലി മെനി ആൾക്കാരുണ്ടാവും. സോ വി വിൽ ഗെറ്റ് xn1ൻ്റെ ഒരു സബ്സീക്വൻസ് കംപ്ലീറ്റ് ആയിട്ട് ഏതോ ഒരു എപ്സിലൺ 2 ബോളിനാണുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ ബോൾ
which contains an infinite subsequence from the sequence xn1. ആ സീക്വൻസിനെ നമ്മൾ xn2 എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ഈ xn2 എന്ന് പറയുന്ന സബ്സീക്വൻസ് മുഴുവനായിട്ടും ഒരു ε2 റേഡിയസ് വരുന്ന ബോളിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അതായത് ആദ്യം നമ്മൾ ε1 റേഡിയസ് വരുന്ന ഒരു ബോളിൻ്റെ ഉള്ളിൽ xn1 എന്ന് പറയുന്ന സബ്സീക്വൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ε2 എന്ന് പറയുന്ന ബോളുള്ളത്. ഓക്കെ, അതിലും നമുക്ക് ഈ സീക്വൻസിലെ ഇൻഫിനിറ്റ്ലി മെനി ആൾക്കാരുണ്ട്. xn1 എന്ന് പറയുന്ന സീക്വൻസിലെ ഇൻഫിനിറ്റ്ലി മെനി ആൾക്കാർ അവിടെയുണ്ട്. ഓർ xn1ൻ്റെ ഒരു സബ് സീക്വൻസ് ഈ ε2 റേഡിയസ് വരുന്ന ബോളിലുണ്ട്. അടുത്തതായിട്ട് ഇനിയിപ്പോൾ എനിക്ക് xn1 എന്ന് പറയുന്ന സീക്വൻസ് തൽക്കാലം ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. കൺസിഡർ ദ സീക്വൻസ് xn2. ദെൻ ടേക്ക് ε3 നെറ്റ് ഓഫ് m. ഈ പ്രോസസ്സ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. സോ ഇൻ ജനറൽ ε(k) നെറ്റ് ഓഫ് m നമ്മൾ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കുക. ഇതും ഒരു ഫൈനൈറ്റ് നെറ്റ് ആയിരിക്കും. ഇറ്റ് ഡിവൈഡ്സ് ദ സീക്വൻസ് xn(k-1) ബിറ്റ്വീൻ ഫൈനൈറ്റ് നമ്പർ ഓഫ് ബോൾസ് അറൗണ്ട് ദ നെറ്റ് പോയിൻറ്റ്സ്. So there is at least one ball which contains an infinite subsequence from the sequence xn(k-1). അതിനെ xn(k) എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസ് മുഴുവനായിട്ടും ε(k) റേഡിയസ് ഉള്ള ഒരു ബോളിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. പിന്നെ ഈ സീക്വൻസിലെ രണ്ടാൾക്കാരെ ഞാൻ എടുത്തു എന്ന് വിചാരിക്കാം. ഈച്ച് xn(k) ഈസ് ഇൻ എ സിംഗിൾ ബോൾ ഓഫ് റേഡിയസ് ε(k) എന്ന് പറയുമ്പോൾ ഈ xmkയും, അതായത് ഈ സബ് സീക്വൻസിലുള്ള രണ്ടാൾക്കാരെയാണ് ഞാൻ എടുക്കുന്നത്, xmkയും xnkയും. ഇവർ രണ്ടുപേരും ε(k) റേഡിയസ് ഉള്ള ഏതോ ഒരു സെൻറ്റർ, ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ε(k) ആണ്. ഈ ഒരു ബോളിൻ്റെ ഉള്ളിലാണ് നമ്മുടെ xmkയും xnkയും ഉള്ളത്. അപ്പോൾ ഇവർ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഇവിടെ നിന്ന്, അതായത് xmkയിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള അകലം പ്ലസ് xnkയിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള അകലം ഇവരുടെ രണ്ടുപേരുടെ സമ്മിനേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് xmkയും സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ε(k) ആണ്. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ലെസ് ദാൻ ε(k) ആണ്. സോ ടോട്ടൽ നമുക്ക് xnkയും xnkയും തമ്മിലുള്ള അകലം എന്തായാലും 2 ടൈംസ് ε(k)യേക്കാൾ ചെറുതായിരിക്കും. ആൻഡ് ε(k) നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ലെസ് ദാൻ 1/2k ആവുന്ന പോലെയാണ്. സോ 2 ടൈംസ് ε(k) എന്ന് പറയുന്നത് ലെസ് ദാൻ 1/k ആയിരിക്കും. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം നമുക്ക് കിട്ടിയ സബ് സീക്വൻസ് xn1ലെ ആദ്യത്തെ എലമെൻറ്റിനെ എടുത്തു, ദാറ്റ് ഈസ് x11. ദെൻ അതിൻ്റെ സബ് സീക്വൻസ് ആണ് നമ്മുടെ xn2 എന്ന് പറയുന്നത്. അതിലെ രണ്ടാമത്തെ എലമെൻ്റ് എടുത്തു. മൂന്നാമത് കിട്ടിയ സബ് സീക്വൻസിലെ മൂന്നാമത്തെ എലമെൻ്റ് എടുത്തു. ഇങ്ങനെ nth സബ് സീക്വൻസിലെ nth എലമെൻ്റാണ് ഞാൻ എടുക്കുന്നത്. ഇങ്ങനെ ഞാനൊരു സബ് സീക്വൻസ് xnൻ്റേതായിട്ട് ചൂസ് ചെയ്യാണ്. ആൻഡ് ഐ ക്ലെയിം ദാറ്റ് ദിസ് സബ് സീക്വൻസ് ഈസ് എ കോഷി സീക്വൻസ്. നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ x22 എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ സബ് സീക്വൻസിൽ തന്നെയുള്ള ഒരാൾ തന്നെയാണ്. അതുപോലെ x33 എന്ന് പറയുന്നത് ഈ xn2 എന്ന് പറയുന്ന സബ് സീക്വൻസിലുള്ളത് തന്നെയാണ്. അതായത് ആദ്യത്തെ സബ് സീക്വൻസിൻ്റെ ഉള്ളിൽ നിന്നാണ് രണ്ടാമത്തെ സബ് സീക്വൻസ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് മൂന്നാമത്തെ സബ് സീക്വൻസ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഇൻക്ലൂഷൻ ഈ സബ് സീക്വൻസസ് തമ്മിലുണ്ട്. ഇപ്പോൾ ഞാനൊരു ആർബിട്രറി ആയിട്ട് ഒരു ഈറ്റ എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കണു. സോ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് പറയാൻ പറ്റും, ദർ ഈസ് സം നാച്ചുറൽ നമ്പർ, ഞാൻ അതിനെ ന്യൂ എന്ന് വിളിക്കുകയാണ്. ദർ ഈസ് സം നാച്ചുറൽ നമ്പർ ന്യൂ സച്ച് ദാറ്റ് 1/new ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ. ആൻഡ് സപ്പോസ് m and n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദിസ് ന്യൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ന്യൂ എന്ന് പറയുന്ന, അതായത് നമുക്ക് കിട്ടുന്ന ന്യൂത്ത് സബ് സീക്വൻസിൻ്റെ സബ് സീക്വൻസസ് ആണ് mth സബ് സീക്വൻസും nth സബ് സീക്വൻസും. സോ
ഈ XNN എന്ന് പറയുന്നതും XMM എന്ന് പറയുന്നതും മ്യൂത്ത് സബ്സീക്വൻസിലെ തന്നെ എവിടെയോ ഉള്ള എൻട്രീസാണ്. സോ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഈ XNN ആൻഡ് XMM ബിലോങ്സ് ടു XINU എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിലുള്ള അകലം <1/k എന്ന് പറഞ്ഞ പോലെ ഇവിടെ <= 1/nu ആൻഡ് 1/nu is <= eta. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു സബ്സീക്വൻസ് ഒരു കോഷി സീക്വൻസ് ആണ്. സോ എവറി സീക്വൻസ് ഇൻ M has a Cauchy subsequence, which means that M is relatively compact. So for every epsilon greater than 0, if there exists a finite epsilon net for M, then M is relatively compact. Now conversely, assume that M is relatively compact. Then നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഫോർ എവറി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ ഫൈനൈറ്റ് എപ്സിലൺ നെറ്റ് ഫോർ M എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഐ എം അസ്യൂമിങ് ദാറ്റ് ദർ എക്സിസ്റ്റ് സം എപ്സിലൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ദർ ഈസ് നോ ഫൈനൈറ്റ് എപ്സിലൺ നോട്ട്. ദർ ഈസ് നോ ഫൈനൈറ്റ് എപ്സിലൺ നോട്ട് നെറ്റ്. ഈ M എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ആർബിട്രറി ആയിട്ട് ഞാനൊരു x1 ചൂസ് ചെയ്തു. ഈ x1ൽ നിന്ന് എപ്സിലൺ നോട്ട് ഡിസ്റ്റൻസിനപ്പുറം കിടക്കുന്ന ഒരു x2 ഞാൻ എടുത്തു. ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു x2 ഉണ്ടായിരിക്കും. കാരണം ഇതാണ് നമ്മുടെ M എന്ന് വിചാരിക്കുക. Mൽ നിന്ന് ഞാനൊരു x1 ചൂസ് ചെയ്തു. x1ൻ്റെ എപ്സിലൺ നോട്ട് ഡിസ്റ്റൻസിനപ്പുറം വേറൊരു x2 ഇല്ല എങ്കിൽ x1 സെൻറ്ററാക്കി എപ്സിലൺ നോട്ട് റേഡിയസ് ഉള്ള ഒരൊറ്റ ബോൾ വരച്ചാൽ തന്നെ ഈ ക്യാപിറ്റൽ M ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടെന്നാവും. ഓക്കെ, നമ്മുടെ അസംഷൻ പ്രകാരം ക്യാപിറ്റൽ എമ്മിന് ഫൈനൈറ്റ് എപ്സിലൺ നെറ്റ് ഇല്ല. അപ്പോൾ എന്തായാലും ഒരൊറ്റ ബോൾ കൊണ്ട് നമുക്ക് ഈ എമ്മിനെ കവർ ചെയ്യാൻ പറ്റില്ല. സോ x1നേക്കാളും എപ്സിലൺ നോട്ട് ഡിസ്റ്റൻസിനപ്പുറം, ഇതാണ് എപ്സിലൺ നോട്ട് ഡിസ്റ്റൻസ് എന്ന് വിചാരിക്കുക, ആ ബോൾ എന്ന് വിചാരിക്കുക. ഇതിൻ്റെ പുറത്ത് എവിടെയോ നമുക്കൊരു x2 ഉണ്ട്. അപ്പം അങ്ങനെ നമുക്ക് x2 കിട്ടി. ഇനി ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് ഒരു x3 ആണ്. അപ്പോൾ സപ്പോസ് ഞാൻ x1 സെൻറ്ററാക്കി എപ്സിലൺ നോട്ട് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചു. അതുപോലെ x2 സെൻറ്ററാക്കി എപ്സിലൺ നോട്ട് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചു. ഈ രണ്ടെണ്ണവും കൂടി ചേരുമ്പോൾ തന്നെ ഫുൾ M കവറായി പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് M ഹാസ് എ ഫൈനൈറ്റ് എപ്സിലൺ നോട്ട് നെറ്റ്. പക്ഷെ നമുക്കറിയാം എമ്മിന് ഫൈനൈറ്റ് എപ്സിലൺ നോട്ട് നെറ്റ് ഇല്ല എന്നാണ് നമ്മുടെ അസംഷൻ. നമുക്കറിയാമെന്നല്ല, നമ്മുടെ അസംഷൻ അതാണ്. അതായത് ഈ x2നെ സെൻറ്ററാക്കിക്കൊണ്ടും ഞാനൊരു എപ്സിലൺ നോട്ട് റേഡിയസ് ഉള്ള ബോൾ വരച്ചു. ഈ രണ്ട് ബോൾ കൊണ്ട് എന്തായാലും എനിക്ക് എമ്മിനെ കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ട് ബോളിൻ്റെയും പുറത്തായിട്ട് നമുക്ക് വേറെ ഒരു എലമെൻ്റ് ഉണ്ട്, അതിനെ ഞാൻ x3 എന്ന് വിളിക്കുകയാണ്. സോ ഈ x1ഉം x3യും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ എപ്സിലൺ നോട്ട് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലൺ നോട്ട് ആയിരിക്കും. അതുപോലെ x2ഉം x3യും തമ്മിലുള്ള ഡിസ്റ്റൻസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലൺ നോട്ട് ആയിരിക്കും. അപ്പോൾ എനിക്ക് x3 കിട്ടി. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ x3 സെൻറ്ററാക്കി എപ്സിലൺ നോട്ട് റേഡിയസ് ഉള്ള ഒരു ഓപ്പൺ ബോൾ വരയ്ക്കുന്നു. ഇപ്പോഴും നമ്മൾ ഫുള്ളായിട്ട് എമ്മിനെ കവർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ 3 ഓപ്പൺ ബോളിൻ്റെയും പുറത്ത് വീണ്ടും ഒരാളുണ്ട്, അതിനെ ഞാൻ x4 എന്ന് വിളിച്ചു. ഈ x4ന് x3യുമായിട്ടുള്ള അകലവും ഗ്രേറ്റർ ദാൻ എപ്സിലൺ നോട്ട് ആയിരിക്കും, x1ഉമായിട്ടുള്ള അകലം ഗ്രേറ്റർ ദാൻ എപ്സിലൺ നോട്ട് ആയിരിക്കും, x2ഉമായിട്ടുള്ള അകലവും ഗ്രേറ്റർ ദാൻ എപ്സിലൺ നോട്ട് ആയിരിക്കും. ഈ പ്രൊസീജിയർ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇൻ ജനറൽ ആദ്യത്തെ n-1 ആൾക്കാരെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ choose xn element of M such that distance between xn and x1 അതുപോലെ distance between x2 and xn, അങ്ങനെ xn-1ഉം xnഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് വരെ ഇതെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലൺ നോട്ട് ആവുന്ന പോലെയാണ് നമ്മൾ xn ചൂസ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ഒരു xn എക്സിസ്റ്റ് ചെയ്തിരിക്കും. കാരണം അല്ലെങ്കിൽ x1, x2, എക്സെട്ര xn-1 വരെയുള്ളവരെ സെൻറ്ററാക്കി എപ്സിലൺ നോട്ട് റേഡിയസ് ഉള്ള ബോൾസ് വരച്ചാൽ അതുപയോഗിച്ച് നമുക്ക് എമ്മിനെ കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്
it is possible to choose such an n. ഓക്കെ, അപ്പോൾ നമുക്കൊരു സീക്വൻസ് ആണ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്ര വേണമെങ്കിലും ഏത് എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു സീക്വൻസ് എക്സ് ആണ് ഒരു സീക്വൻസ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കണേ. ഈ സീക്വൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കുക. ഈ സീക്വൻസിലുള്ള ഏത് 2 ടേം എടുത്താലും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആയിരിക്കും. ഓക്കെ, അവരെ അകത്തിയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് എപ്സിലോൺ നോട്ട് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ്, സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ദിസ് കനോട്ട് ഹാവ് എ കോഷി സബ്സീക്വൻസ്. ഓക്കെ, പക്ഷേ നമ്മുടെ അസംഷൻ പ്രകാരം നമ്മുടെ അസംഷൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് എം റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ ടു അവർ ഹൈപ്പോത്തസിസ്. കാരണം റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആണെങ്കിൽ ഏത് സീക്വൻസ് എടുത്താലും അതിന് കോഷി സബ്സീക്വൻസ് ഉണ്ടാവണമായിരുന്നു. ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് M should have an epsilon net for each epsilon greater than 0. കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടുതൽ പ്രോപ്പർട്ടീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.